ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ. അങ്ങനെ ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ആഴ്ച ഗ്ലോബൽ ഈവൻറ്റുകൾ, റിസൾട്ട് കലണ്ടർ, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, കൂടാതെ തന്നെ സ്റ്റോക്കിംഗ് ന്യൂസ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ന്യൂസ് ചെയ്യാറ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ന്യൂസ് അറിഞ്ഞ് മാർക്കറ്റിനറിഞ്ഞ് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. നിഫ്റ്റി നിക്ഷേപകരെ വളരെയധികം ഭീതിയിൽ ആഴ്ത്തി 25,000 എന്ന റേഞ്ചിൽ താഴെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിഫ്റ്റി 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ മൾട്ടിപ്പിൾ റീസണാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, FIs എല്ലാ ദിവസവും സെല്ല് നടത്തിയെന്നുള്ളതാണ്. രണ്ട്, മുൻനിര ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായിട്ടുള്ള റിലയൻസ്, HDFC, നെസ്ലെ തുടങ്ങിയ കമ്പനീസിൽ വലിയ തോതിൽ ഒരു ഫോള് കണ്ടു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇൻഡസ്ഇൻഡ് ബാങ്കും റിലയൻസും നെസ്ലയിലും മാത്രം 5% മുകളിൽ സെൽ ഓഫ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. സെയിം ടൈം എറ്റേണൽ പോലെയുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 20% റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെങ്കിലും സമാനമായിട്ടുള്ള പ്രതിഭാസമാണ്. IX എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് കപ്ലിംഗ് കാരണം 28% വീക്കിലി അടിസ്ഥാനത്തിൽ ഇടിഞ്ഞപ്പോൾ ഒലക്ട്ര 15% ഒരു നേട്ടമാണ് കൈവരിച്ചത്. നേരെ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. സൂക്ഷ്മമായിട്ട് നോക്കണം, കാരണം ഒരുപാട് പോയിന്റ്സുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൺഡേ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഏകദേശം 25,000 മുകളിലായിരുന്നു. അതിനുശേഷം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മൺഡേയുടെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 200 പോയിന്റ് റാലി രേഖപ്പെടുത്തി 25,240 വരെ പോയി. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഹൈയിൽ നിന്ന് 400 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി 24,832 ക്ലോസ് നടത്തുമ്പോൾ മൺഡേയിലെ ഓപ്പണിംഗിൽ നിന്ന് നിഫ്റ്റി 200 പോയിന്റാണ് ഫോള് രേഖപ്പെടുത്തിയത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ക്ലോസ് ആയ നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ അവസാനിച്ചപ്പോൾ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ക്ലോസിംഗ് നടത്തി. അതായത് FTSE UK-യും ഡാക്സ് ജർമ്മൻ മാർക്കറ്റും റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ CSE 40 ഫ്രാൻസ് മാർക്കറ്റ് പ്ലസിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇതാണ് FIs-ന്റെ ഡേറ്റ. FIs എല്ലാ ദിവസവും സെല്ലേഴ്സ് ആയിരുന്നു. 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ അവർ സെല്ല് നടത്തി. DAs എല്ലാ ദിവസവും ബയേഴ്സ് ആയിരുന്നു. 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ബയേഴ്സ് തന്നെയായിരുന്നു. പക്ഷേ FIs-ന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പങ്കാളിത്തം മാർക്കറ്റിൽ ഇല്ലാത്തത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ നിഫ്റ്റീനെ 25,000 എന്ന് പറയുന്ന റേഞ്ചിൽ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ട്രേഡബിലിറ്റി ടാബിലേക്ക് പോകാണ്. ട്രേഡബിലിറ്റി ടാബിൽ ഞാൻ എല്ലാ ടാബും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗ്ലോബൽ ഈവൻറ്റ് നോക്കാം. ഗ്ലോബൽ ഈവൻറ്റിൽ കാണാം ഓരോ ഡേറ്റിലനുസരിച്ചും ഇന്ത്യൻ സമയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളുടെ ഈവൻറ്റും ഇന്ത്യൻ സമയം. ആദ്യം നമുക്ക് US നോക്കാം. 28-ാം തീയതി US നിന്ന് പ്രധാനമായിട്ടും 5 ഇയർ നോട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. 29-ാം തീയതി ജോബ് ഓപ്പണിംഗ് ഡേറ്റ. 30-ാം തീയതി അവിടുത്തെ ADP നോൺ ഫാം പേറോൾ ഡേറ്റ, GDP US-ലെ GDP, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, FOMCയുടെ ഫെഡറൽ ഓപ്പൺ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് വരുന്നുണ്ട്. ജൂലൈ 31-ാം തീയതി ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ പ്രസ് കോൺഫറൻസ് PCE ഡേറ്റ വരുന്നുണ്ട്. PCE ഡേറ്റ നമുക്ക് CPI ഡേറ്റ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ 1-ാം തീയതി ആവറേജ് അവർലി ഏർണിങ്സ്, S&P മാനുഫാക്ചറിങ്, PMI അതുപോലെയുള്ള ഡേറ്റാസ് വരുന്നുണ്ട്. ഇനി നേരെ നമുക്ക് ഇപ്പോൾ US-ലാണ് നോക്കിയത് മദർ മാർക്കറ്റ്. അതുപോലെ തന്നെ ചൈനയുടെ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് PMI ഡേറ്റ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, സമയമുണ്ട്. യൂറോസോണിൻ്റെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ, കൂടാതെ തന്നെ GDP ഡേറ്റ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ഇൻഫ്ലേഷൻ ഡേറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓരോ സമയവും കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ 4 PM-നാണ്. RBIയുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഉണ്ട്. ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI ഉണ്ട്. നമുക്ക് FX റിസർവ് ഡേറ്റയുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ത്യൻ സമയം അനുസരിച്ചാണ് ഉള്ളത്. നിങ്ങൾക്ക് അതാത് ദിവസം പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്യണോ വേണമോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനായിട്ട് ഒരു ഘടകമായിട്ട് ഇത് എടുക്കാം. അപ്പോൾ ഗ്ലോബൽ ഈവൻ്റ് ആണ്. ട്രേഡബിലിറ്റി ടാബിൽ ഗ്ലോബൽ ഈവൻ്റ് ആണ്. ഞാൻ ആ ടാബ് ക്ലോസ് ചെയ്യാണ്. അടുത്ത ടാബ് ഓപ്പൺ ചെയ്തു. ഇത് നമ്മളുടെ റിസൾട്ട് കലണ്ടറാണ്. ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ട് ഏതൊക്കെ ദിവസമാണ് എന്നുള്ളത് അവിടെ അറിയാൻ സാധിക്കും. അദാനി ടോട്ടൽ ഗ്യാസിൻ്റെ റിസൾട്ട് 28 ജൂലൈയിലുണ്ട്. അജന്ത ഫാർമ, അപ്പോളോ, ബജാജ് ഹെൽത്ത് കെയർ, BEL, ക്രെഡിറ്റ് ട്രേഡ്, അതുപോലെ തന്നെ പല പല കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ട്. ഗെയിലിൻ്റെ റിസൾട്ടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് സെർച്ച് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് ഡേറ്റ് ആണ് അറിയണമെങ്കിൽ ഇപ്പോൾ 31 ജൂലൈയിൽ നിന്ന് ജസ്റ്റ്
സെർച്ച് ചെയ്യുകയാണെങ്കിലും 31 ജൂലൈയിൽ റിസൾട്ട് ഉള്ള കമ്പനീസിൻ്റെയും കാണിക്കും. അപ്പോൾ ഇത് റിസൾട്ട് കലണ്ടറാണ്. ഇത് ആവശ്യമുള്ള ആളുകൾ ചെക്ക് ചെയ്യുക. ട്രേഡ് ബഡ്ഡി ടാബിൽ, ഈ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ അണ്ടറിലാണ് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഉള്ളത്. അത് നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം. ട്രേഡ് ബഡ്ഡി ടാബ് അങ്ങനെ തന്നെ ബുക്ക് മാർക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ നോക്കുന്നത് അപ്കമിങ് IPO ആണ്. ഓരോ IPOയുടെ ഓപ്പണിങ്, ക്ലോസ്, അലോട്ട്മെൻറ്റ് ഡേറ്റ് കൃത്യമായിട്ടുണ്ട്. ഹൈവേ ഇൻഫ്ര ഓഗസ്റ്റ് 5-ാം തീയതി ഓപ്പൺ ആവും, ഓഗസ്റ്റ് 7-ാം തീയതി ക്ലോസ് ആവും. നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി അത് ജൂലൈ 30, ഓഗസ്റ്റ് 1, അങ്ങനെ എല്ലാ കമ്പനീസിൻ്റെയും, ഞാൻ എല്ലാം വായിക്കുന്നില്ല, എല്ലാ കമ്പനീസിൻ്റെ IPO ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ആണ് നിക്ഷേപകർക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് കാണുന്നത്, ജൂലൈ 25. എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. റുപ്പീസ് ആണ് ഇത്. റെക്കോർഡ് ഡേറ്റ് ആണ്. റെക്കോർഡ് ഡേറ്റ് ഓരോ കമ്പനിയുടെ 3M ഇന്ത്യ റെക്കോർഡ് ഡേറ്റ് ജൂലൈ 25 160 രൂപ ഡിവിഡൻ്റൊക്കെ ഉണ്ട്. അബോട്ടിൻ്റെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓരോ കമ്പനീസിൻ്റെ എല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റെക്കോർഡ് ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവോ. ട്രേഡ് ബഡ്ഡി ടാബ് നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് അടുത്ത ഞായറാഴ്ച കൊച്ചി നമ്മുടെ ഓഫീസ് കാക്കനാട് വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ വിലയിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാം. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. ഫ്യൂച്ചർ ഓപ്ഷൻ മാത്രമല്ല, സ്വിങ്, ക്രിപ്റ്റോ, കമ്മോഡിറ്റി, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഈ 4 കോഴ്സുകൾ നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. IDFC ഫസ്റ്റ് ബാങ്ക് ഇനി റിസൾട്ടാണ്. നമ്മൾ കമ്പനികളുടെ വാർത്തകളാണ് ഇത്. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. IDFC ഫസ്റ്റ് ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% ഇടിഞ്ഞ് 426 കോടി രൂപ. CDSL നെറ്റ് പ്രോഫിറ്റ് 24% ഇടിഞ്ഞു. റവന്യൂ 0.5% മാത്രം അപ്സൈഡ്. കൊടാക് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 7% ഇടിഞ്ഞ് 3382 കോടി രൂപ. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6% ഉയർന്നു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 41% ഇടിഞ്ഞ് 288 കോടി രൂപ. അലംബിക് ഫാർമ കമ്പനി ഇവരുടെ പുതിയ മെഡിസിൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. BL കമ്പനിക്ക് 177 കോടി രൂപയുടെ ഓർഡർ അവർക്ക് ആന്ധ്രാപ്രദേശ് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ലഭിച്ചു. സെയിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9 മടങ്ങ് ഉയർന്നിട്ടുണ്ട്. റിലയൻസ് ഇൻഫ്ര കമ്പനി അനിൽ അംബാനിയുടെ കമ്പനിയാണ്. റിലയൻസ് ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് 59 കോടി രൂപ. കഴിഞ്ഞ തവണ 233 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനിയാണ്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 17% ഉയർന്ന് 485 കോടി രൂപ കരസ്ഥമാക്കി. ഓറിയന്റ് സിമെന്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 458% ഇയർ ഓൺ ഇയർ ഉയർന്ന് 205 കോടി രൂപ കരസ്ഥമാക്കി. പെട്രോനെറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 1070 കോടി രൂപയിൽ നിന്ന് 850 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കമ്പനി പുതിയ LNG ടെർമിനലിന് വേണ്ടിയിട്ട് 6335 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. TNPNL കമ്പനി അവർ തമിഴ്നാട് ന്യൂസ് പ്രിന്റ് കമ്പനിയാണ്. 7 കോടി രൂപ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 21 കോടി രൂപ പ്രോഫിറ്റ് ആയിരുന്നു. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് TMB കമ്പനി 287 കോടി രൂപയിൽ നിന്ന് 305 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ശോഭ റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 123% ഉയർന്ന് നെറ്റ് റവന്യൂ 35% ഉയർന്നു. ടാറ്റ കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 68% ഉയർന്നിട്ടുണ്ട്. SBI കാർഡ് നെറ്റ് പ്രോഫിറ്റ് 6% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ബാഡ് ഡെപ്റ്റ്സ് കൂടി. ദാനി സർവീസ് 82 കോടി രൂപ നഷ്ടത്തിൽ നിന്ന് ഇത്തവണ 6 കോടി രൂപ പ്രോഫിറ്റ്. പൂൻവാല കമ്പനി 292 കോടി രൂപയിൽ നിന്ന് 62 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ബാങ്ക് ഓഫ് ബറോഡ നെറ്റ് പ്രോഫിറ്റ് 1.8% മാത്രം ഉയർന്ന് 4541 കോടി രൂപ. ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി 87 നിന്ന് 119 പ്രോഫിറ്റ് കുറഞ്ഞു. ലോറസ് ലാബ് കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 163 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇപ്പോഴുള്ള ന്യൂസുകൾ. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് FISൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു സഹകരണം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും FIS സെല്ലിംഗ് മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ DAs എല്ലാ ദിവസവും ബൈ നടന്നിട്ടുണ്ട്. പക്ഷേ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫണ്ട് ഇൻഫ്ലോ അത് ആബ്സെൻ്റ് ആയിരുന്നു. കൂടാതെ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ട്രേഡ് ഡീലുകൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇന്ത്യയും UK തമ്മിലുള്ള ട്രേഡ് ഡീൽ നടന്നിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നാൽ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലുകളെല്ലാം തന്നെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിട്ട് നമ്മൾ ടെസ്ല കാറുകളുടെ എല്ലാം തന്നെ വില 60 ലക്ഷം രൂപയുടെ നേർപകുതിയുടെ അടുത്ത് ടാക്സാണ്. അപ്പോൾ US ആഗ്രഹിക്കുന്നത് ടാക്സ് ഇല്ലാത്ത കാറുകൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ടാക്സ് ഇല്ലാത്ത കാറുകൾ ഇന്ത്യയിൽ വരണം എന്നുള്ളതാണ്. ടെസ്ല കാറ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലുള്ള എല്ലാ US ഉൽപ്പന്നങ്ങളും
ഇന്ത്യയിൽ അവരാഗ്രഹിക്കുന്നത് ടാക്സ് ഇല്ലാതെ ഇവിടെ അവർക്ക് വിതരണം ചെയ്യാൻ പറ്റണം. ഇന്ത്യ ഒരു ഓപ്പൺ എക്കണോമി ആയിട്ട് മാറണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതല്ല എങ്കിൽ ഇപ്പോൾ ജപ്പാനായിട്ട് വന്നിട്ടുള്ള 15%, അതായത് 15% ടാക്സും മേ ബി അവർക്ക് ഓക്കെ ആയിരിക്കും. കാരണം അന്നേ ദിവസം ജപ്പാനായിട്ട് 15% താരിഫ് ഡീല് നടന്നതിന് ശേഷം ജപ്പാൻ മാർക്കറ്റ് 2 ദിവസം കൊണ്ട് 5% റാലി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ നോക്കിയാലും നമുക്കത് നല്ലതല്ല. കാരണം ഓൾറെഡി തന്നെ 50% ആണ് ഇന്ത്യ US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന താരിഫ്. അത് 15 വന്നാൽ കൂടിയും അതും നമുക്ക് ആപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതാണ് പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതല്ല സ്ഥിതിഗതികൾ മാറി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം. അപ്പോൾ നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള യാത്ര, ഇനി മുന്നോട്ടുള്ള സഞ്ചാരം, FISൻ്റെ ആക്ടിവിറ്റീസും ഈ ഒരു ട്രേഡ് ഡീലും ആയിട്ടും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ആ വാർത്തകളുടെ പുറകെ ആയിരിക്കണം നമ്മളുടെ സെർച്ചുകളെല്ലാം തന്നെ പോകേണ്ടത്. താങ്ക് യു ഓൾ.